ഇതാണ് കക്കയിറച്ചി റോസ്റ്റ്. ഇതിന് രുചി കൂട്ടുവാനായിട്ട് ഒരു ചെറിയ ടിപ്പ് ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെങ്ങനെ വയ്ക്കാൻ നോക്കിയാലോ. അതിനായി ഞാനിവിടെ ക്ലീൻ ചെയ്ത കക്കയിറച്ചി എടുത്തിട്ടുണ്ട്. വേവിക്കാനായിട്ട് കക്കയിറച്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മൂടി വെച്ചൊരു 3 വിസിൽ കേൾപ്പിക്കുക. അതിലേക്ക് ആവശ്യമായത് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പച്ചമുളക് ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി കഴിഞ്ഞാൽ അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കക്കയിറച്ചി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അല്പം ഇതിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. സവോളയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നോളം വരെ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് വേവിച്ച് വെച്ച കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായി പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് ഒരു പിടി തേങ്ങ വറുത്തെടുക്കാനാണത്. തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആയത് ഓഫ് ചെയ്യാം. കറി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. വറുത്ത് വെച്ച തേങ്ങ ഇതിന് മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയോടെ സ്പ്രെഡ് ചെയ്യാം. ഒരു പുതിയ രുചിക്കൂട്ടുമായി കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.